Hello friends, so today our Jesus says come back with the video crochet. സോ നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പോൾ ഭയങ്കരമായിട്ട് വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് നമ്മുടെ ക്രോഷറ്റ് വെച്ചിട്ട് കുഞ്ഞു കുഞ്ഞു ഷൂസ് ബേബീസിന് ഫ്രോക്കൊക്കെ ഉണ്ടാക്കുന്ന കുറച്ച് വീഡിയോസ്. അപ്പോൾ ഞാനും വിചാരിച്ചു ക്രോഷറ്റിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യാമെന്ന്. വേറെ ഒന്നുമല്ല, ഞാനും ഒരു ബിഗിനറാണ്. സോ ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോയാണ്. കുറച്ച് ബേസിക്സ് മാത്രം ഷെയർ ചെയ്യാനായിട്ടുള്ള ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. സോ ആദ്യമായിട്ട് നമ്മുടെ ക്രോഷറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് വൺ യാണാണ്. അതായത് അതിൻ്റെ നൂല്. ആ നൂല് വെച്ചിട്ടാണ് നമ്മൾ കംപ്ലീറ്റ് ക്രോഷറ്റ് ആയിട്ടുള്ള ഡ്രസ്സസ് ആയാലും എന്തായാലും നമ്മൾ ഉണ്ടാക്കുന്നത്. പിന്നെ നമുക്ക് ആവശ്യമുള്ളതാണ് ഹുക്സ് പല സെൻറ്റിമീറ്ററും പല അളവിലുള്ളതുണ്ടാവും. അപ്പോൾ നമുക്ക് ഇത് പാക്കറ്റൊക്കെ ആയിട്ട് വാങ്ങാൻ കിട്ടും, ഈ യാണും ഹുക്സും. അപ്പോൾ ഒരു പാക്കറ്റൊക്കെ വാങ്ങുമ്പോൾ അതിലെന്തൊക്കെ സംഭവങ്ങളാണ് കിട്ടാമെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. അപ്പം ഞാനിതുപോലെ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഒരു പാക്കറ്റായിട്ട് വാങ്ങിയപ്പോൾ എനിക്കതിൽ 4 അതുപോലെ തന്നെ 3 കളേഴ്സുള്ള ഒരു പാക്കാണ് കിട്ടിയത്. പച്ച, നീല, മഞ്ഞ. നമുക്ക് ഈ വീഡിയോയിൽ കാണുന്ന പോലെ 3 കളേഴ്സാണ് കിട്ടിയത്. അതിൻ്റെ കൂടെ എനിക്ക് കിട്ടിയ സാധനങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പിന്നാണ്. അതായത് നമ്മുടെ സൂചി പോലെയൊക്കെ ഇരിക്കണ പല കളറുകളുള്ള പിന്ന്. പിന്നെ നമുക്ക് ഒരു സൂചി, മറ്റേ മുട്ടുസൂചി അല്ല, നമ്മൾ തുന്നാനൊക്കെ യൂസ് ചെയ്യണ സൂചികളില്ലേ, അതുപോലത്തെ ഒരു സൂചിയും പിന്നെ നമ്മൾ മറ്റേ സാരീസിലൊക്കെ യൂസ് ചെയ്യണ ഒരു പിന്ന് പോലത്തെ ഒരു സൂചിയാണ് യൂസ് ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ ഹെൽപ്പ് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ സൂചി കൊണ്ട് തുന്നൂലോ, അതുപോലെ തന്നെ നമുക്ക് യാണ് തുന്നാനായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണിത്. ഇപ്പം നമുക്കിങ്ങനെ മാറ്റിൻ്റെ അറ്റോ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു ഡ്രസ്സൊക്കെ തയ്ക്കുമ്പോൾ ഡ്രസ്സിൻ്റെ അറ്റമൊക്കെ നമുക്ക് സൈഡൊക്കെ നമുക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്യാനൊക്കെ ആയിട്ട് നമുക്ക് ഈ ഒരു സൂചി, ഈ ഒരു പിന്ന് യൂസ് ചെയ്യാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇത് ഞാൻ ചെയ്ത് വെച്ചൊരു ക്രോഷറ്റിൻ്റെ ഒരു മാറ്റാണ്. അപ്പോൾ ഈ മാറ്റിൻ്റെ ഇപ്പോൾ ഈ ഒരൊറ്റൊക്കെ നമുക്കൊന്ന് തുന്നിയൊന്ന് സ്റ്റിച്ച് ചെയ്ത് വെക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സൂചി പോലത്തെ സാധനത്തിൽ നമുക്ക് നൂല് കയറ്റിയിട്ട് ജസ്റ്റ് നമ്മൾ നൂലിങ്ങനെ ജസ്റ്റ് ഒന്ന് ഇതാക്കിയിട്ട് നമ്മളതിൻ്റെ സൈഡിൽ കൂടെയൊക്കെ വെച്ചിട്ട് നമുക്ക് തുന്നാൻ പറ്റും. ഞാൻ ജസ്റ്റ് അതൊന്ന് കാണിച്ചു തരാം. ഇപ്പോൾ എനിക്കിപ്പോൾ ഈ സൈഡിലാണ് എനിക്ക് തുന്നേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഇതുപോലെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് നൂല് കോർത്തിട്ട് ജസ്റ്റ് ഒന്ന് തുന്നിയാൽ മതി. അതുപോലെ തുന്നി നമുക്ക് കെട്ടിടണമെങ്കിൽ ജസ്റ്റ് ഒരു നോട്ടിടാം. അത്രയ്ക്കാണ് ഇതിൻ്റെ യൂസ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇനി അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മറ്റേ അതായത് സാരിമൊക്കെ കുത്തണ സൂചി പോലത്തെ ഒരു സംഭവമുണ്ട്. ആ ഒരു പിന്നാണ് നമ്മുടെ യൂസ്. അത് മെയിൻലി എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ടുള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ക്രോഷറ്റൊക്കെ തയ്ച്ച് തുടങ്ങിയിട്ട് നമ്മൾ ചിലപ്പോൾ ഫുള്ള് കംപ്ലീറ്റ് ചെയ്ത് ക്രോഷറ്റ് തുന്നണമെന്നില്ല. കാരണം ഇത് ചെയ്യാൻ നല്ല ഹാർഡ് വർക്ക് വേണം, അത്യാവശ്യം നല്ല ടൈമും വേണം. സോ നമ്മൾ ഹാഫൊക്കെ ചെയ്ത് നമുക്ക് മടുക്കുമ്പോൾ നമ്മൾ എവിടെ വെച്ചാണ് സ്റ്റോപ്പ് ചെയ്യണേ, അപ്പോൾ അവിടെ നിന്ന് നൂല് അങ്ങോട്ടും പോവാണ്ടിരിക്കാനും. പിന്നെ നമുക്കറിയാം ക്രോഷറ്റ് തുന്നുമ്പോൾ നമ്മൾ ആ ചെയ്തുകൊണ്ടിരിക്കുന്ന നൂല് ജസ്റ്റ് ഒന്ന് വലിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെ ചെയ്ത ക്രോഷറ്റ് ഫുൾ നമുക്ക് അഴിച്ചെടുക്കാൻ പറ്റും. യാതൊരു കെട്ടും ഇതൊന്നും ഇല്ലാണ്ട് ജസ്റ്റ് അഴിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ആ നൂലിൻ്റെ കെട്ടൊന്നും അഴിഞ്ഞു പോകാണ്ടിരിക്കാനായിട്ട് ജസ്റ്റ് നമുക്കൊരു മാർക്ക് ചെയ്ത് വെക്കാനൊക്കെ യൂസ് ചെയ്യണതാണ് ഈ ഒരു പിൻ. ഇത് സാധാ സൂചി നമ്മളെങ്ങനെ കുത്തണം അതുപോലെ തന്നെയാണ് ഉള്ളിക്കോടെ എടുത്ത് കുത്തണതും അഴിക്കണതും. അതാണ് ഇതിൻ്റെ യൂസ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് ഏതെങ്കിലും ഒരു പോയിന്റിൽ എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതൊക്കെ മാർക്ക് ചെയ്ത് വെക്കാനൊക്കെ നമ്മൾ ആ പിന്ന് യൂസ് ചെയ്യും. അങ്ങനെ ഈ ഒരു സാരിമ കുത്തണ പോലത്തെ പിന്നും പിന്നെ തുന്നണ പോലത്തെ പിന്നും പിന്നെ ഹുക്ക് അതുപോലെ യാൺ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഒരു പാക്ക് വാങ്ങുമ്പോൾ നമുക്ക് മെയിനായിട്ട് കിട്ടുക. അതുപോലെ തന്നെ മെയിനായിട്ട് ക്രോഷറ്റ് ചെയ്യണമെങ്കിൽ മെയിനായിട്ട് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളും ഇത് തന്നെയാണ്. പിന്നെ ഇതെന്ന് പറഞ്ഞത് ഞാൻ മുന്നേ ചെയ്ത ഒരു ക്രോഷറ്റിൻ്റെ ഒരു മാറ്റാണ്. ഇത് നമുക്ക് ക്രോഷറ്റിൻ്റെ മാറ്റായിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഒരു മറ്റേ ബൊക്കെ പോലെയൊക്കെ യൂസ് ചെയ്യാം. ജസ്റ്റ് ഒരു മാറ്റാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷെ നമുക്കിതിങ്ങനെ നല്ല ഭംഗിയിൽ ഇങ്ങനെ പിരിച്ച് മറ്റേ റോസാപ്പൂവൊക്കെ പോലെ നല്ല ഭംഗിയിൽ നമുക്ക് വേണമെങ്കിൽ ഒരു ബൊക്കെയൊക്കെ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം. 2 രീതിക്ക് ഇത് യൂസ് ചെയ്യാം. പിന്നെയെന്ന് പറഞ്ഞാൽ ഇന്നത്തെ വീഡിയോ സ്പെഷ്യലായിട്ട് എങ്ങനെയാണ് ഒരു നോട്ട് ചെയ്യുക, ഇതാണ് ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ. അതായത് നമുക്കറിയാം ക്രോഷറ്റിൻ്റെ ഏറ്റവും ബേസിക് കാര്യം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നോട്ട് ഇടാന്നാണ്. അപ്പോൾ ഇതിടാൻ ഭയങ്കര സിമ്പിളാണ്. ആദ്യം തന്നെ ഞാനിപ്പോൾ ഇത് കാട്ടിത്തരാം. ഞാൻ വെള്ളയാണാണ് ഇവിടെ എടുക്കുന്നത് ആ നോട്ട് കാണിച്ചു തരാനായിട്ട്. അപ്പോൾ ആ യാണിൻ്റെ 2 രീതിക്ക് ആ യാണ് നമുക്ക് യൂസ് ചെയ്യാം. ഒന്നില്ലെങ്കിൽ പുറത്ത് അതിൻ്റെ നൂലുണ്ടാവും, അത് വെച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ പോയിട്ട് ഉള്ളിലൊരു നൂലുണ്ടാവും, ആ നൂല് വെച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് ഈ പുറത്ത് കാണുന്ന നൂലുകൊണ്ട് എൻഡ് ചെയ്യാം. പക്ഷെ ഞാനെപ്പോഴും പ്രിഫർ ചെയ്യാറ് പുറത്തുനിന്നുള്ള നൂലാണ്.
അപ്പോൾ അതെടുത്തിട്ട് നമ്മുടെ 2 വിരൽ ഇങ്ങനെ പിടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് പതുക്കെ ചുറ്റി കൊടുക്കുക. അതായത് ഒരു ചുറ്റെടുത്ത് രണ്ടാമത്തെ ചുറ്റിട്ട് കൊടുക്കുക, ഞാൻ ഈ വീഡിയോയിൽ കാട്ടുന്നത് പോലെ. എന്നിട്ട് ജസ്റ്റ് ഹുക്ക് എടുത്ത് ഫസ്റ്റ് നൂലിൻ്റെ അടിക്കോട് എടുത്ത് രണ്ടാമത്തെ നൂല് ആ ഹുക്ക് കൊണ്ട് വലിച്ചെടുത്ത് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കെട്ട് ചെയ്യുക. ഇതാണ് നമ്മുടെ ഫസ്റ്റ് നോട്ട് എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് നമ്മൾ നോട്ടിടുക. ഇനി ഈ നോട്ടിൽ നിന്നാണ് ബാക്കിയുള്ള നോട്ട്സൊക്കെ നമ്മൾ ചെയ്തു തുടങ്ങാം. പിന്നെ ഇപ്പോൾ ഈ നോട്ട് നിങ്ങൾ ക്ലിയർ ആയില്ലെങ്കിൽ ജസ്റ്റ് വീഡിയോ ഒന്ന് സ്ലോ ആക്കി കണ്ടാൽ മതി, നമുക്കത് മനസ്സിലാവും. ഭയങ്കര സിമ്പിളാണ്. ഇനി സെക്കൻഡ് നോട്ട് എങ്ങനെ ഇടാമെന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് നമ്മുടെ 2 കൈ കൊണ്ട് ആ നൂല് സ്ട്രെച്ച് ചെയ്ത് പിടിക്കണം. പിന്നെ ആ വാല് പോലെ കിടക്കണ ആ ചെറിയ നൂല് അത് നമുക്ക് വേണമെങ്കിൽ കട്ട് ചെയ്ത് കളയാം, പക്ഷെ കട്ട് ചെയ്ത് കളയാൻ ഞാൻ പ്രിഫർ ചെയ്യില്ല. അത് നമ്മുടെ ക്രോഷറ്റൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ലാസ്റ്റ് നമ്മൾ ചെയ്ത ക്രോഷറ്റിൻ്റെ ഉള്ളിലേക്ക് തന്നെ മറ്റേ നമ്മൾ കണ്ടുല്ലോ സൂചി നൂലും കോർക്കണ പോലത്തെ ഒരു സംഭവം കണ്ടുല്ലോ നമ്മൾ, ഒരു പിന്ന്. ആ പിന്ന് യൂസ് ചെയ്ത് നമുക്കത് അതിൻ്റെ ക്രോഷറ്റിൻ്റെ നമ്മുടെ ഡ്രസ്സാണെന്ന് വെച്ചാൽ ഡ്രസ്സിൻ്റെ ഉള്ളിലേക്ക് തന്നെ ജസ്റ്റ് ഒന്ന് പിൻ ചെയ്ത് വെക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ രണ്ടാമത് കണ്ടോ ഈ നോട്ട് ഞാൻ എങ്ങനെ ചെയ്തതെന്നുള്ളത്. അതായത് ഈ ഹുക്കിൻ്റെ മേളിൽ കൂടെ ഈ നൂല് ചുറ്റി ആ നൂല് നോട്ടിൻ്റെ ഉള്ളിൽ കൂടെ ജസ്റ്റ് ഒന്ന് വലിച്ചെടുക്കുക. അങ്ങനെയാണ് നമ്മൾ നോട്ടിടുക. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചെയിൻ പോലെയാണ് ഈ നോട്ട് വരുന്നത്. അതുകൊണ്ട് ഇതിനെ ചെയിൻ നോട്ട് എന്നാണ് പറയുക നമ്മൾ. അപ്പോൾ നമ്മളിപ്പോൾ 3 ചെയിൻ നോട്ട് ഇട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് ചില ടൈമിൽ നോട്ട് ഇടുമ്പോൾ നമുക്ക് വലിച്ചത് കിട്ടില്ല. അത് പ്രത്യേകിച്ചൊന്നല്ല, നമ്മൾ ഇട്ട നോട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ലൂസാക്കി കൊടുത്തിട്ട് രണ്ടാമത്തെ നൂലെടുത്തിട്ട് ഈ നോട്ടിൻ്റെ ഉള്ളിൽ കൂടെ വലിച്ചത് സുഖമായിട്ട് കിട്ടും. നമ്മൾ ഭയങ്കര ടൈറ്റ് ചെയ്ത് പിടിക്കരുത്. ഏത് നോട്ട് ഇടുമ്പോഴും ആ ചെയിൻസ് നമ്മൾ ഹുക്കിൻ്റെ ഉള്ളിൽ കൂടെ ഭയങ്കര ടൈറ്റ് ചെയ്ത് പിടിക്കരുത്. ടൈറ്റ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ നൂല് വലിച്ചെടുക്കുമ്പോൾ ഭയങ്കര ഡിഫിക്കൽട്ടായിരിക്കും. സോ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നോട്ട് നമ്മളെപ്പോഴും കുറച്ച് ലൂസ് ചെയ്ത് പിടിക്കുക, ഭയങ്കര ടൈറ്റ് ചെയ്യാണ്ടിരിക്കുക. അങ്ങനെയാണ് ഫസ്റ്റ് നോട്ട് ഇടുക. സോ അത്രയ്ക്കുള്ള ഇന്നത്തെ വീഡിയോ. സോ ബൈ. അപ്പോൾ സബ്സ്ക്രൈബും ഷെയറും ലൈക്കും ചെയ്യാൻ മറക്കല്ലേ ഗൈസ്.